ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലെഷർ ടൈം. വിഷു സദ്യ എന്ന് പറയുമ്പോൾ പായസം ഒഴിച്ചുകൂടാത്ത ഒരു ഘടകമാണല്ലേ. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ? വിഷു സ്പെഷ്യൽ മണി പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ കുക്കറിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് മൂങ് ദാൽ നന്നായിട്ട് കഴുകിയത്, ചെറുപയർ പരിപ്പ് തൊലിയില്ലാത്തത് നന്നായിട്ട് കഴുകിയത് ഇട്ട് കൊടുക്കുക. അത് നമ്മളൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഈ നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതേപോലെ വഴറ്റി കൊടുക്കുക. ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇതേപോലെ ആകണം. ഒരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ പയർ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിച്ച് വേവിച്ച് മാറ്റി വയ്ക്കുക. ഇനിയും ഞാൻ ഇതുപോലെ 1/2 കപ്പിൽ തന്നെ നമ്മളുടെ ചവ്വരി സാഗോ 1 മണിക്കൂർ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്ത് വയ്ക്കുക. ഇതിപ്പോൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ച സാഗോയാണ്. ഇപ്പോൾ നമ്മളുടെ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ. 2 വിസിലടിച്ചാൽ മതി മീഡിയം ഫ്ലെയിമിൽ. ഇനിയും ഒരു 1/2 കപ്പ് ശർക്കര മതിയാവും. അത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കി മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുന്തിരിയും ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ചുവന്ന് വരുമ്പോൾ നമുക്കത് കോരി മാറ്റിയെടുക്കാം. ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സാഗം ഉണ്ടല്ലോ, 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന സാഗമാണ് ഇട്ട് കൊടുക്കുക. ചവ്വരി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കുക. ഇത് പെട്ടെന്ന് ട്രാൻസ്പെറൻ്റ് ആവും, കാര്യം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ. അതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുകൊണ്ട് ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആവുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറുപയർ പരിപ്പും സാഗവും രണ്ടും ഒരേ അളവിലാണ് എടുക്കേണ്ടത്. രണ്ടും 1/2 കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മധുരമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ശർക്കരയെ എടുത്തിട്ടുള്ളൂ. അതിന് നന്നായിട്ട് ഈ ശർക്കര പാനിയിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. അത് ഒന്ന് പറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തേങ്ങയുടെ 2ാം പാലാണ്. ഒരു തേങ്ങയുടെ ആദ്യമേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് 1ാം പാൽ എടുക്കുന്നു. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2ാം പാൽ എടുക്കുന്നു. ആ 2ാം പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കുറുക്കി എടുത്തുകൊണ്ട് വരിക. ഇതേപോലെ ആകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 6-7 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം, കാര്യം ചെറുപയർ പരിപ്പും ചവ്വരിയൊക്കെ ആയതുകൊണ്ട് ഇത് കുറുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു അളവിൽ വേണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പായസം നമുക്ക് കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിൽ ഒരു 1/2 കപ്പ് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തലപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്വാദിഷ്ടമായ ഒരു അടിപൊളി വിഷു സ്പെഷ്യൽ മണി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സദ്യയിൽ ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പായസമാണ്. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. ഈ ഒരു അളവിൽ നമുക്കൊരു 8 പേർക്ക് കഴിക്കാനുള്ള പായസമുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കൂടുതൽ വിഷു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.